ആലപ്പുഴയിലെ ട്രെൻഡിങ് ആവാൻ പോകുന്ന പശു നെയ്യിൽ തയ്യാറാക്കുന്ന നല്ല കിടിലൻ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. നല്ല ഒന്നാം തരം കിടിലൻ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. ഇവർ കൊടുക്കുന്ന ഒരു ഹാഫ് ബിരിയാണി തന്നെ ഒരു ഫുള്ള് ബിരിയാണിയുടെ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അത്രയും ക്വാണ്ടിറ്റിയിലും അൺലിമിറ്റഡ് റൈസിലുമാണ് ഇവർ ഫുഡ് കൊടുക്കുന്നത്. നമ്മളിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ ഇവിടെ പാഴ്സൽ മേടിക്കാനായിട്ട് വന്നത്. ഈ ഒരു ബിരിയാണി ഇവർ സെർവ് ചെയ്യുന്ന കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും കേട്ടോ. നല്ല മസാലയൊക്കെ ഇട്ട് അൺലിമിറ്റഡ് റൈസിൽ നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ ഒരു ഹാഫ് ബിരിയാണി പോലും ഇവർ സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കസ്റ്റമർ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പാഴ്സൽ മേടിക്കാൻ വരുന്നവരുടെ മുഖത്തെ സന്തോഷവും ഇവരോടുള്ള അടുപ്പവും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും കേട്ടോ എത്രത്തോളം അടിപൊളിയാണെന്ന്. ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒരേപോലെ തന്നെ ഓർഡർ ചെയ്തു കേട്ടോ. നോർമൽ ചിക്കൻ ബിരിയാണി 120ക്കും ബീഫ് ബിരിയാണി 130ക്കാണ് കൊടുക്കുന്നത്. ഇനി ഒരു ഫുള്ള് ബിരിയാണിയാണ് വേണ്ടതെങ്കിൽ ഇവർ അങ്ങനെയും ചെയ്തു തരും. ഒരു ഫാമിലിക്കായിട്ട് ഒരു ബക്കറ്റ് ബിരിയാണിയാണ് വേണ്ടെങ്കിൽ അങ്ങനെയും ഇവർ സെറ്റാക്കി തരും കേട്ടോ. ബൾക്കായിട്ടൊക്കെ നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ പ്രീ ബുക്ക് ചെയ്താൽ നല്ല കിടിലനായിട്ട് ഇവർ ചെയ്തു തരും. ഇവിടുന്ന് നമ്മൾ ബിരിയാണി കഴിച്ചപ്പോൾ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയണമെന്ന് നമ്മൾ വിചാരിച്ചൊരു കാര്യം ഇവിടുത്തെ ഒരു അച്ചാറാണ് കേട്ടോ. നല്ല സ്വാദുള്ള ഒരു അച്ചാറായിരുന്നു. ഈന്തപ്പഴവും നാരങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു അച്ചാർ കിടിലൻ ടേസ്റ്റ് തന്നെയായിരുന്നു. ഈ ഒരു വ്ളോഗിൽ നമുക്ക് ഇത് ആഡ് ചെയ്യാണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തത്. അപ്പോൾ വളരെ ശുദ്ധമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഡാൽഡ ഒന്നും ചേർക്കാണ്ട് നല്ല കിടിലൻ പശു നെയ്യിൽ ഉണ്ടാക്കുന്ന സ്വാദുള്ള ഈ ഒരു ബിരിയാണി നമുക്ക് കിട്ടുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മളുടെ ആലപ്പുഴയിലെ വണ്ടാനം ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ SBI ബാങ്കിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാണുന്ന ആലപ്പി ദംസ് ബിരിയാണി എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.